270 ഏക്കറിൽ വിശാലമായ സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് 1957 സ്ഥാപിച്ച മലബാറിലെ 5 ജില്ലകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സമീപകാലത്തെ ആരോഗ്യ അനാസ്ഥ ചൂണ്ടിക്കാട്ടുന്ന നിരവധി പരാതികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്നു. ആരോഗ്യ പ്രവർത്തകരുടെ വെറും വീഴ്ച മാത്രമാണോ ഇതിന് കാരണമെന്നതാണ് പ്രധാന ചോദ്യം. 4500 നഴ്സുമാർ വേണ്ടിടത്ത് 700 പേർ പ്രവർത്തിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ കൂടി മാറേണ്ടതല്ലേ? റിപ്പോർട്ടർ പരിശോധിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുയരുന്ന ആരോഗ്യ അനാസ്ഥ കേസുകൾ അതാത് ആരോഗ്യ പ്രവർത്തകരുടെ മേൽ കെട്ടിവെച്ച് നമുക്ക് കൈ കഴുകാനാകുമോ? അവിടുത്തെ സംവിധാനത്തിന് ഇതിൽ എത്രമാത്രം പങ്കുണ്ടാകും? പല ഡോക്ടർമാരും ദിവസം 20-ന് മേൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നതിന് ആരാണ് ഉത്തരവാദി? 1957 സ്ഥാപിച്ച് 1965 ആകുമ്പോഴേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 330 സ്റ്റാഫ് നഴ്സുമാരുണ്ടായിരുന്നു. എന്നാൽ വർഷം ഇത്രയായിട്ടും നിലവിൽ 500 സ്റ്റാഫ് നഴ്സുമാർ മാത്രമാണുള്ളത്. രോഗികളുടെ അനുപാതം 30 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു. നിലവിൽ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയ്ക്ക് ഏകദേശം 2200 രോഗികൾ എത്തുന്നുണ്ട്. ആശുപത്രിയിലെ എല്ലാ ICUവിലും കൂടി 400 കിടക്കകൾ. മാനദണ്ഡപ്രകാരം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ഒരു നഴ്സ് എന്നതാണ് കണക്ക്. വാർഡിലാകട്ടെ 5 രോഗികൾക്ക് ഒരു നഴ്സ് എന്ന അനുപാതവും ആവശ്യമുണ്ട്. ഇതൊക്കെ നടപ്പിലാകുന്നുണ്ടോ? ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി 1996 തുടങ്ങിയാണ്. പക്ഷേ ഇതുവരെ ഒരു പോസ്റ്റ് പോലും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 2 വർഷത്തോളമായി നമ്മുടെ പുതിയ കാഷ്വാലിറ്റി കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെയും ഒരു പോസ്റ്റ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾറെഡിയുള്ള മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിനെ പകുത്തെടുത്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ചലിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ 2 സ്ഥലത്തും സ്റ്റാഫില്ലാത്തൊരവസ്ഥ വരികയാണ്. പുതിയ ICUകൾ വരുന്നു, പുതിയ വാർഡുകൾ തുറക്കുന്നു. പക്ഷേ ഇതൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നതല്ലാതെ അവിടെ സ്റ്റാഫിൻ്റെ ഒരു റിക്വയർമെൻറ്റ് പ്രധാനമായിട്ടും സ്റ്റാഫിൻ്റെതാണ്. അപ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ആശുപത്രി വികസന സമിതിയുടെ 200 നഴ്സുമാരെ കൂടി പരിഗണിച്ചാലും മെഡിക്കൽ കോളേജിൽ ഓരോ ദിവസവും എത്തുന്ന ആയിരക്കണക്കിന് രോഗികളെ പരിചരിക്കാൻ ഈ നമ്പറും മതിയാകില്ല. രോഗികളുടെ എണ്ണം അനുസരിച്ച് 4500 നഴ്സുമാർ വേണമെന്നുള്ളിടത്താണ് ഈ കണക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രമായി വകുപ്പിൽ നിന്ന് 216 കോടി രൂപ കിട്ടാനുണ്ട് എന്നത് മെഡിക്കൽ കോളേജുകൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെയും തുറന്നുകാട്ടുന്നു. അനസ്തേഷ്യ ഡോക്ടർമാരുടെ എണ്ണത്തിലെ കുറവ്, പീഡിയാട്രിക് സർജറി, കാർഡിയോതൊറാസിക് സർജറി, പ്ലാസ്റ്റിക് സർജറി എന്നിവയിൽ PG ഡോക്ടർമാർ പ്രവേശനം നേടാത്തത്, ഹെൽത്ത് സംവിധാനം പൂർണ്ണമാകാത്തത് തുടങ്ങി നീണ്ടുപോകുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.